രാവിലെ വളരെ ശാന്തമായി തുടങ്ങി അവസാനം സംഭവബഹുലമായി അവസാനിച്ച ഒരു ദിവസമായിരുന്നു അത്. രാവിലെ ഷിഫ്റ്റ് തുടങ്ങി. മോർണിംഗ് 6 AM ഷിഫ്റ്റ് തുടങ്ങി. അപ്പോൾ പിറ്റേന്ന് എനിക്ക് വർക്ക് ഫ്രം ഓഫീസായിരുന്നു. നാട്ടിൽ പോകാനേ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ചെക്കൻ കാനഡയിലായതുകൊണ്ട് 2 ഡേയ്സിന് ആഫ്റ്റർ അവരുടെ വെഡിങ്ങും ഉണ്ടായിരുന്നു. അപ്പം രണ്ടിനും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഓഫീസിൽ പോകേണ്ടത് കാരണം. പക്ഷേ ലീവ് എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നെങ്കിലും അവളുടെ നിർബന്ധത്തിനൊടുവിൽ ഞാൻ അന്ന് പെട്ടെന്ന് തന്നെ ബസ് ബുക്ക് ചെയ്ത് ബാഗും പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോയി. എമർജൻസി ലീവൊക്കെ കിട്ടി ഭാഗ്യത്തിന്. ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിന് മിസ്സാക്കി പിന്നെ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ ആ ഒരു ഇവൻറ്റ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം എടുക്കാൻ പോയി, ഷോപ്പിങ്ങിനെല്ലാം പോയി, എല്ലാം സെറ്റാക്കി. അപ്പോഴാണ് അവൾ പറയുന്നത് ആങ്കറിങ് ഞാൻ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ ആങ്കറിങ് ഒക്കെ ചെയ്തു. വളരെ ഹാപ്പി ആയിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വെരി സപ്പോർട്ടീവ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇനി പഴയ പോലെയുള്ള ആ ഒരു ഡേയ്സ് ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള ഒരുമിച്ചുള്ള ഡേയ്സൊന്നും കിട്ടത്തില്ല. ജോബ് ഹണ്ടിങ്ങും എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും അവൾ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ഇവൻറ്റിൽ പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ബൈ.